പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി 15 വർഷം ഭരിച്ചത് ബംഗ്ലാദേശികളുടെ സഹായത്തോടു കൂടിയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കന്മാർ പൈസകളെല്ലാം തന്നെ വാങ്ങിച്ചുകൊണ്ട് അതിർത്തിയിൽ നിന്ന് ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പാത അവർ രാത്രിയൊക്കെ ഒളിച്ച് ചെയ്തു കൊടുക്കുകയായിരുന്നു. അങ്ങനെ പശ്ചിമ ബംഗാളിലെത്തിയ ബംഗ്ലാദേശികൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം, അവർക്ക് വേണ്ട ആധാർ കാർഡ്, വോട്ടർ ID അതെല്ലാം തന്നെ വ്യാജമായ രീതിയിൽ തൃണമൂൽ നേതാക്കൾ ഒരുക്കി നൽകിയിരുന്നുവെന്ന് അടുത്തിടെയാണ് പശ്ചിമ ബംഗാളിൽ നിന്നും നാട് കടത്തപ്പെട്ട ഒരു ബംഗ്ലാദേശി ദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനം എന്തൊക്കെയായിരുന്നുവെന്ന് അന്ന് തന്നെ പുറത്തേക്ക് വന്നതാണ്. അങ്ങനെ 15 വർഷം മമതാ ബാനർജി അവിടെ ജയിച്ചത് പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ വോട്ട് കൊണ്ടല്ല, ഈ ബംഗ്ലാദേശികളുടെ വോട്ട് കൊണ്ട് മാത്രമായിരുന്നു മമതാ ബാനർജി 15 വർഷം ആ പശ്ചിമ ബംഗാളിനെ ഭരിച്ച് കുട്ടിച്ചോറാക്കിയത്. നിലവിൽ BJP അവിടെ പശ്ചിമ ബംഗാൾ ഭരിക്കാൻ തുടങ്ങിയതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു മാറ്റം വന്നു. BJP ജയിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അന്ന് രാത്രി അല്ലെങ്കിൽ അതിരാവിലോടുകൂടി തന്നെ ബംഗ്ലാദേശികൾ കൂട്ടമായി അവരുടെ നാടുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത്. കൂടാതെ ശക്തമായ രീതിയിലുള്ള ഒരു നിയമ സംവിധാനത്തിലേക്ക് പശ്ചിമ ബംഗാൾ കടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ സുവേന്ദു അധികാരി അവിടുത്തെ പോലീസ് സംവിധാനത്തിന് കൊടുത്തൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, ബംഗ്ലാദേശികളെ നിങ്ങൾ പിടികൂടിയാൽ അവരെ വിചാരണ ചെയ്യുകയോ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുകയോ കോടതിയിൽ ഹാജരാക്കുകയോ ഒന്നും ചെയ്യേണ്ട, അവരെ അതിർത്തിയിലേക്ക് പറഞ്ഞു വിടുക, അത് മാത്രമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇന്നലെ തന്നെ കൊല്ലത്ത് 2 ബംഗ്ലാദേശികളെ വ്യാജ ആധാർ കാർഡുമായിട്ട് മിലിറ്ററി ഇന്റലിജൻസും ATSും പിടികൂടി. ആ വാർത്തയൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശികൾ ഇപ്പോഴും ഉണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കേരളത്തിലും അതോടൊപ്പം തന്നെ ഈ പെരുമ്പാവൂരിലൊക്കെ ബംഗ്ലാദേശികളുടെ ഒരു താവളം തന്നെയുണ്ട്. അത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് അതൊരു അന്വേഷണം നടത്തിയാൽ വളരെ നല്ലതായിരുന്നു. അല്ലെങ്കിൽ വാർത്തകൾ വരുമ്പോൾ മാത്രമുള്ള ഈ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശിനോട് ഒരു നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് അനധികൃത കുടിയേറ്റക്കാരായ 2860 പേരുടെ പൗരത്വം ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുടിയേറ്റക്കാരായവരിൽ 400 പേർക്ക് രേഖകൾ ഇല്ലാത്തതിനാൽ ഇവരെ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് പൗരന്മാരാണെന്ന് കരുതുന്ന 2860 പേരുടെ പൗരത്വം പരിശോധിക്കാൻ ബംഗ്ലാദേശിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നത്. മെയ് മാസം തുടക്കത്തിൽ അനധികൃത കുടിയേറ്റക്കാരുടെ വിഷയം ധാക്കയുമായി സംസാരിക്കുകയും നടപടികൾ വേഗത്തിലാക്കണമെന്നും അറിയിച്ചിരിക്കുകയും ഇന്ത്യ ചെയ്തതാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് ആഭ്യന്തര സെക്രട്ടറിമാർ നിരവധി തവണ പല ചർച്ചകളും നടത്തിയിട്ടുണ്ടെങ്കിലും പല കത്തുകളും വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും തന്നെ ഒരു മറുപടിയോ അതിനൊന്നും തന്നെ ഒരു ഫലമോ കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനധികൃത കുടിയേറ്റം മൂലമുള്ള പ്രശ്നങ്ങൾ തടയാൻ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സേനകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിച്ചു കൊണ്ട് ഏകോപിത ബോർഡർ മാനേജ്മെന്റ് പ്ലാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ നിരവധി നിർദ്ദേശങ്ങൾ ഭാരതത്തിന്റെ പക്ഷത്ത് നിന്നും ഉണ്ടായിട്ടും ബംഗ്ലാദേശ് ഇതുവരെ നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ബംഗാളിലെ ബംഗ്ലാദേശ് അതിർത്തിയിൽ 4 ഇടങ്ങളിലായി കുടിയേറ്റം സംബന്ധിച്ച് BSFും അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അതോടൊപ്പം തന്നെ BGB അതായത് ബംഗ്ലാദേശിന്റെ തന്നെ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് തർക്കം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച മുതൽ അതിർത്തിയിലെ 0 പോയിന്റുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന 40ഓളം ബംഗ്ലാദേശ് പൗരന്മാർ ശനിയാഴ്ച പുലർച്ചെയോടെ ബംഗ്ലാദേശിലേക്ക് തന്നെ മടങ്ങിയെത്തിയെന്നാണ് BSF അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കുച്ച് മേഘഗഞ്ചിലെ പാനിഷാലയിലുള്ള 134 നമ്പർ പില്ലറിന് സമീപം 10 പേർ മണിക്കൂറോളം കുടുങ്ങിക്കിടന്നിരുന്നു. ഇവരെ ഭാരതം നിയമവിരുദ്ധമായി പുറന്തള്ളുകയാണെന്ന് ആരോപിച്ച് BJP സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതാണ് പ്രശ്നങ്ങൾക്കൊരു കാരണമായത്. പ്രശ്നപരിഹാരത്തിനായി ഫ്ലാഗ് മീറ്റിംഗ് വിളിക്കാനുള്ള BSFന്റെ ആവശ്യം ആദ്യം BJP നിരസിച്ചു. എന്നാൽ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ ബംഗ്ലാദേശികളാണെന്ന് പറയുന്ന വീഡിയോകൾ BSF പുറത്തുവിട്ടു. BJP വിചാരിച്ചത് 10 മണിക്കൂറോളം കുടുങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദയ കാണിക്കുന്ന അല്ലെങ്കിൽ മനസ്സലിയുന്ന ഒരു സ്വഭാവമാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യനാണ് 10 മണിക്കൂറോളം ആഹാരമോ ഭക്ഷണമോ ഒന്നും ഇല്ലാതെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്ന് അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുമെന്നാണ് ബംഗ്ലാദേശ് കരുതിയത്. പക്ഷേ അതിൽ ഒരു വിട്ടുവീഴ്ചയും BSFന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ഇത് ബംഗ്ലാദേശികളാണ്, നിങ്ങൾ തന്നെ അത് കൊണ്ടുപോകണം, എത്ര മണിക്കൂറോളം അവിടെ കുടുങ്ങി കിടന്നാലും നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കത്തില്ല, ഇന്ത്യയിലേക്ക് അതിർത്തി
അതിർത്തി കടന്ന് വരാൻ അനുവദിക്കില്ല എന്ന ശക്തമായ ഒരു നിർദ്ദേശം BSF മുന്നോട്ട് വെച്ചതോടുകൂടിയാണ് BGP മുട്ടുമടക്കിയത്. ഈ ദൃശ്യങ്ങൾ BGPയെ സമ്മർദ്ദത്തിലാക്കി. അതോടുകൂടിയാണ് BGP മുട്ടുമടക്കിയത്. ഇതോടെ ശനിയാഴ്ച പുലർച്ചെ ഉണ്ടായ ചർച്ചകൾക്കൊടുവിൽ BGP നിലപാട് മാറ്റുകയും കുടുങ്ങിക്കിടക്കുന്നവർ ബംഗ്ലാദേശികളാണെന്ന് അവർ തന്നെ സമ്മതിക്കുകയും തിരിച്ച് BGP തന്നെ ആ കുടുങ്ങിക്കിടന്ന 10 പേരെ ബംഗ്ലാദേശിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തത്. വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർണായകമായ ഒരു നീക്കങ്ങൾ നടത്താനാണ് പോകുന്നത്. അതായത് രാജ്യത്ത് ഒരു അരിച്ചു പറക്കിക്കൊണ്ടുള്ള ഒരു റെയ്ഡ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. അതിൽ ബംഗ്ലാദേശികളായവരെ പിടികൂടി അറസ്റ്റ് ചെയ്ത് അവരെ നാട് കടത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എത്താനായിട്ട് പോകുന്നത്. അതിന്റെ ആദ്യ പടിയായിട്ടാണ് കേരളത്തിൽ മിലിറ്ററി ഇന്റലിജൻസും അതോടൊപ്പം തന്നെ ATS ഒരു നിർണായകമായ ഒരു നീക്കം നടത്തിയത്.